ഹലോ, അപ്പോൾ നമ്മൾക്കിന്നൊരു നെല്ലിക്കച്ചാറ് ഉണ്ടാക്കി നോക്കിയാലോ? സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നെല്ലിക്ക എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് ഒരു 10 മിനിറ്റ് ആവിയിൽ വെച്ച് വേവിക്കാം കേട്ടോ. വേവിക്കുന്ന സമയത്ത് നമുക്കതിന് വേഗം കട്ട് ചെയ്യാൻ വളരെ സിമ്പിളായിരിക്കും. വേവിച്ച് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിനെല്ലാം കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, കായപ്പൊടി, ഉലുവ പൊടിച്ചത്. ഞാനിന്ന് കാശ്മീരി ചില്ലി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ വറമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും മതി കേട്ടോ. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നല്ലോണം ഒഴിക്കാം. കുറച്ച് നിറയെ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കടുകിട്ട് വറമുളക് പൊട്ടിക്കാം, കറിവേപ്പില ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ട ശേഷം അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കാം. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഇത് രണ്ടും ഒന്ന് പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് ഇടവിട്ട് ഇളക്കുക. സിമ്മിൽ വെച്ചിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അടി പിടിക്കാതെയും കരിയാതെ ഇരിക്കണം. ഒരുവിധം നമുക്കൊരു കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറുന്ന ഒരു ടൈം ആകുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഏകദേശം കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിതിലേക്ക് മുളക് പൊടി ഇടാം. പിന്നെ കായപ്പൊടിയും ഉലുവ പൊടിച്ചതും കാശ്മീരി ചില്ലി കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഈ സമയത്തിന് നമ്മൾ ഉപ്പും ചേർക്കാൻ മറക്കരുത്. ഉപ്പുകൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ആ ഒരു പച്ചമണം മാറി കഴിയുന്ന സമയത്ത് നമ്മുടെ നെല്ലിക്ക നമ്മളിതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ഓയിലിൽ തന്നെ നമ്മൾ ഈ നെല്ലിക്ക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നന്നായി യോജിച്ചെടുക്കുക. അപ്പോൾ സെറ്റാക്കി എടുക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ആ ഒരു ഇതിൽ തന്നെ കിടന്ന് വേവട്ടെ കേട്ടോ. കുറച്ച് നേരം ഇടയിലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇടവിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അവിടെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് വിനീഗർ ആഡ് ചെയ്യണം. കാരണം നമുക്ക് 1 മാസത്തോളം കേടുവരാതെ സൂക്ഷിക്കാം. 2 മാസമൊക്കെ കേടുവരാതെ കേട്ടോ. ഞാൻ ഇടയ്ക്ക് അച്ചാർ ഉണ്ടാക്കാറുണ്ട് ഇത്. എന്നിട്ട് നമുക്ക് വിനീഗർ കൂടെ നമുക്കിതിലേക്ക് ഒഴിക്കാം. വിനീഗർ ഒഴിച്ച ശേഷം നമുക്ക് കുറച്ച് നേരം ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ അതിൽ കിടന്നൊന്ന് സെറ്റായിക്കോളും. ഉപ്പ് വേണം നോക്കിയിട്ട് നമ്മൾ ഉപ്പുകൂടെ നമുക്ക് കുറവുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാം, മറക്കരുത്. എന്നിട്ട് നമ്മുടെ അച്ചാർ റെഡി ആയിട്ട് നല്ല മണവും എല്ലാം വരുന്നുണ്ട്. കായത്തിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ അച്ചാറൊക്കെ വെന്തു റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ലേ. താങ്ക് യു.